യെസ്, അതുപോലെ തന്നെ സുമോദ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെയും തരൂർ തിരുത്തിയിട്ടില്ല. ചില കണക്കുകൾ പ്രകാരം തന്നെയാണ്, അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് താൻ ആ ലേഖനം എഴുതിയിട്ടുള്ളത് എന്ന് ആവർത്തിക്കുകയാണ്. ഇനി പുതിയ ഡാറ്റ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പരിഗണിക്കാനും ഇനിയൊരു തിരുത്തിനും താൻ തയ്യാറാണ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിലെ എതിർപ്പുന്നയിച്ച നേതാക്കളുമായി ഒരു മഞ്ഞുരുക്കൽ കൂടിക്കാഴ്ചയ്ക്ക് തരൂർ സന്നദ്ധനല്ല എന്ന് വായിച്ചെടുക്കണോ? ഇതേതായാലും ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവുമായി, കോൺഗ്രസിന്റെ വിരുദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം അടിവരയിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഡിവൈഎഫ്ഐ ഫോറത്തിലേക്ക്, ഡിവൈഎഫ്ഐയുടെ ഈ തരത്തിലുള്ള ഒരു സെമിനാറിന് വേണ്ടി, ഫെസ്റ്റിവലിന് വേണ്ടി, സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് വേണ്ടി ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പോകുന്നില്ല എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ട് എന്നുള്ളൊരു കാര്യം ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവസാന നിമിഷം വരെ ഈ തരൂരിനെ ക്ഷണിക്കുന്നു എന്നുള്ളൊരു കാര്യം പുറത്തറിയിച്ചിരുന്നില്ല. പക്ഷേ തൻ്റെ സൂറത്തിലെ പരിപാടി മാറ്റിവെച്ച് ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ പങ്കെടുത്താൽ അത് കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്, അത് വെല്ലുവിളിക്കുക തന്നെയാണ് എന്ന് അറിയാവുന്ന രാഷ്ട്രീയ ബുദ്ധിയുള്ള ശശി തരൂർ ഇപ്പോൾ ആ പരിപാടിക്ക് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹം ഏതൊക്കെ കണക്കുകൾ ഉദ്ധരിച്ചാണ് കേരളത്തിൻ്റെ വികസന സൂചിക മുകളിലേക്ക് പോകുന്നത്, ചെറുകിട വ്യവസായങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങളിൽ, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ മുകളിലേക്ക് പോകുന്നത്, ആ തരത്തിലുള്ള കണക്കുകൾ ആ കണക്കുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ആ കണക്കിൽ ആധാരമാക്കി എഴുതിയ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ തരത്തിൽ ഒരു തിരുത്തലും വരുത്താൻ ശശി തരൂർ തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ നേരത്തെ ഈ കേന്ദ്ര CWC അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അഭിപ്രായം പറയേണ്ടിയിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു MM ഹസൻ തുടങ്ങിയ നേതാക്കന്മാർ നൽകിയിരുന്നത്. തത്സമയം തന്നെ ആ നേതാക്കന്മാർക്ക് മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നേതാക്കന്മാർക്ക് ആ തരത്തിൽ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല, ഒരു നെഗറ്റീവായിട്ട് നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം ശശി തരൂരുമായി ബന്ധപ്പെട്ട ഈ നേതാക്കന്മാരെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒരു വിയോജിപ്പ് അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു ശശി തരൂരിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള ഒരു ലേഖനവും പിന്നാലെ നടന്ന പ്രതികരണവുമെല്ലാം കൈവിട്ടു പോയി. അതുകൊണ്ട് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർ തന്നെ തനിക്ക് എതിരായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ശശി തരൂർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ തരത്തിലുള്ള വിയോജിപ്പ് നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന് ഒരു ആശ്വാസം നൽകുന്ന കാര്യം.